السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله ما شاء الله لا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الحمد لله. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട പോരിശയാക്കപ്പെട്ട റമദാനിന്റെ രണ്ടാമത്തെ മൗഫറത്തിന്റെ 10ന്റെ ഏറ്റവും മൂല്യമുള്ള രാവുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പരിശുദ്ധമായ രാവിൽ നമ്മൾ പ്രത്യേകിച്ച് ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ ചൊല്ലുകയാണ്. നല്ല മനസ്സോടെ ഇന്നത്തെ പരിശുദ്ധ രാവിൽ നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടണം. അതോടൊപ്പം മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം രാജ്യങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ ഭയപ്പാടുകളും യുദ്ധഭീഷണികളും മുഴുവൻ പ്രയാസങ്ങളും അതിൽ നിന്ന് സലാമത്ത് കിട്ടണം. അള്ളാന്റെ സഹായം വന്ന് കിട്ടണം, നമുക്കും കിട്ടണം, എല്ലാവർക്കും കിട്ടണം. പിന്നെയോ സമാധാനത്തോടെ ജീവിക്കുന്ന ഏതു മതക്കാർക്കും സമാധാനം ഉണ്ടാകണം. അവിടെ സമാധാനം തകരാൻ പാടില്ല. അതിന് എഫക്റ്റീവായ ദുആ അതുൾപ്പെടെയാണ് നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സിൽ കൂലി മോഹിച്ചുകൊണ്ട് പങ്കെടുക്കുക. ഇന്ന് നമ്മൾ ചൊല്ലേണ്ട അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ദുആയാണ്. ആ ദുആ മനസ്സറിഞ്ഞ് എന്റെ കൂടെ എല്ലാവരും ചൊല്ലണം, മനസ്സറിഞ്ഞ് ചൊല്ലണം. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുറിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم انصر الإسلام والمسلمين. اللهم انصر الإسلام والمسلمين. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. اللهم أصلح أحوالنا. اللهم أصلح أحوال المسلمين. اللهم أصلح أحوالنا وأحوال المسلمين. اللهم أصلح أحوالنا وأحوال المسلمين. ആമീൻ യാ റബ്ബൽ ആലമീൻ. തഖബ്ബലല്ലാഹ്. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ആത്മാർത്ഥമായ ദുആ വേണം. അല്ലാഹു നമ്മുടെ തിന്മകൾ കരിച്ചു കളയുന്ന സ്വാലിഹീങ്ങളുടെ ദുആകളിൽ നമ്മുടെ ദുആക്ക് അല്ലാഹു ഇടം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആത്മാർത്ഥമായി ഇന്ന് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പാകെ ചോദിക്കേണ്ട, അല്ലാഹുവിനോട് ആവശ്യപ്പെടേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് ചോദിക്കലാണ്. അതുകൊണ്ടുള്ള പ്രത്യേകമായ ദുആയാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ ആ ദുആയിൽ നിങ്ങളെല്ലാം പങ്കാളിയാവുക. അല്ലാഹു നമുക്ക് സ്വീകാര്യത, ഖബൂലിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ഫീഹി ബിൽ അസറാതി വഖിൽനി ഫീഹിൽ ഖതായാ വൽ ഹഫവാതി വലാ തജ്അൽനി അർളൻ ലിൽ ബലായാ വൽ ആഫാതി بعزتك يا عز المسلمين. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നിന്റെ തറാവി നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഫളൽ എന്താണെന്നറിയോ? എന്താ നേട്ടം? കേട്ടാൽ ഇന്ന് തറാവിയും മുടങ്ങരുതേ എന്ന് ഖൽബ് കൊതിച്ചു പോകും. അല്ലെങ്കിൽ തീരെ വയ്യാത്തവരാണെങ്കിൽ 2 റക്അത്തെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും നിസ്കരിക്കണമെന്ന് കൊതിച്ചു പോകും. അത്ര കൂലിയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ജാത്തിൽ മലായികത്തു യസ്ഹുദൂന ലഹൂന, മലക്കുകൾ വരും. ഇന്നത്തെ തറാവീന് വേണ്ടി സ്പെഷ്യൽ മലക്കുകൾ വരും. എന്നിട്ട് ആ മലക്കുകൾ സാക്ഷി പറയും അള്ളാഹുവിനോട്, പഠിച്ചോനെ, ഇവര് തറാവി നിസ്കരിച്ച ആളുകൾ, റമളാന്റെ പ്രത്യേകമായ ഖിയാമുൽ ലൈൽ തറാവി നിസ്കരിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അക്കാരണം കൊണ്ട് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാം. അപ്പൊ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാൻ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തറാവീസ്കാരാണ്. എല്ലാം ഓർമ്മ വേണം. ഇന്ന് പ്രത്യേകിച്ച് ചൊല്ലേണ്ട ദിക്ർ, ദുആ മജ്ലിസാണ് നമുക്ക് നടത്താനുള്ളത്. കൃത്യമായി എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാം നമ്മൾ ചൊല്ലി പറയണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് ദിക്റിലേക്ക് കടക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين.
اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر لنا ذنوبنا يا رب العالمين يا غفار يا الله لا إله إلا الله 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 അല്ലാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാച്ച് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ദുആയിലേക്ക് നമുക്ക് കടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അൽഹംദുലില്ലാ. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദതു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പടച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا
اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. ഇനി അൽഹംദുലില്ലാഹ് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല രചിച്ചിട്ടുള്ള 40 കാഫിന്റെ സിറുകൾ അത്ഭുതം അടങ്ങിയ ഏറ്റവും മഹനീയമായ ഒരു ബൈത്താണ്. ആ ബൈത്തിന്റെ ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കാൻ പറ്റും. കണ്ണേറ് സിഹർ ഉണ്ടാവില്ല. നല്ല ബറക്കത്തോടെ റാഹത്തോടെ ഒരു പ്രത്യേകമായ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകാൻ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ആ ഒരു ബൈത്താണ് ഇനി നമുക്ക് ഓതാനുള്ളത്. يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا. الحمد لله على كل حال واستغفر الله من كل ذنب. الحمد لله على كل حال واستغفر الله من كل ذنب. الحمد لله على كل حال واستغفر الله من كل ذنب. الحمد لله على كل حال واستغفر الله من كل ذنب. الحمد لله على كل حال واستغفر الله من كل ذنب. الحمد لله على كل حال استغفر الله من كل ذنب. الحمد لله على كل حال استغفر الله من كل ذنب. الحمد لله على كل حال استغفر الله من كل ذنب. الحمد لله على كل حال استغفر الله من كل ذنب. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم
ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على النور واهله. 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 صلى الله على سيدنا محمد والآل والأصحاب سلم. 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 അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ. അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പൊ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തിഹിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله مولانا العظيم. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാം. എല്ലാവരും ഖൽബി ആമീൻ വരാതെ നമ്മൾ അല്ലാഹു സ്വീകരിക്കില്ല. എപ്പോൾ ദുആ ചെയ്താലും ഒറ്റക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും നിങ്ങൾ ലോകത്തിന്റെ എവിടെ പോയി ദുആ ഇരുന്നാലും കഅബയുടെ മുറ്റത്ത് അതിന്റെ ആ പരിശുദ്ധമായ കിസ്വ കഅബയുടെ ആ തുണിയിൽ പിടിച്ചുകൊണ്ട് ദ്വാരക്കാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഖൽബി ആമീൻ വരാതെ തേട്ടമില്ലാതെ അല്ലാഹു കബൂലാക്കൂല. വെറുതെ വായിലെ വെള്ളം പറ്റാന്നേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സീൻ ആമീൻ പറയണം. എല്ലാം കണ്ണടച്ച് ഖൽബ് തുറന്ന് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും പങ്കെടുപ്പിച്ചതും ഒരുമിച്ചു കൂടിയതും ഒരുമിച്ചു കൂട്ടിയതും എല്ലാ ഹസനാത്തുകളും നീ ഖബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പഠിച്ചവനെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ ജുഹദാക്കൾ ഖൈറുൽ മസ്ലാഹിന്റെ ആളുകൾ എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനിന്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവുകളിൽ റമളാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളിൽ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഓർക്കുന്ന മഹാന്മാരാണ് ബദരീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബദർ ശുഹദാക്കൾക്ക് ഇതിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള് കൂട്ടുകുടുംബാദികൾ അയൽവാസികൾ മഹല്ലുകാര് ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവര് ക്ലാസ് കേൾക്കുന്നവര് എല്ലാ മുഹബ്ബീങ്ങൾക്കും പഠിച്ചവരെ ഇതിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. നിങ്ങളെ നോമ്പ് തുറപ്പിക്കുന്നവര് ഞങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നവര് എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇതിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദുമാര് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാര് കന്നവന്മാര് എല്ലാവർക്കും നീ കൂലി കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ സാധുക്കളാണ് ഞങ്ങളുടെ എല്ലാ അമലുകളും സ്വീകരിക്കണേ അല്ലാഹ്. തെറ്റുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. നിന്നോടല്ലാതെ ഈ പരിശുദ്ധമായ രാവിൽ ഞങ്ങളുടെ കാര്യം ചോദിക്കാൻ മറ്റാരുമില്ല അല്ലാഹ്. പടച്ചവരെ നിങ്ങളെ സകല സങ്കടങ്ങളും നീ മാറ്റണേ റബ്ബേ. ദുആ ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയുന്നവരുണ്ട്, ദുആ വസിയത്തുകൾ എഴുതിയേക്കുന്നവരുണ്ട്, കമന്റിൽ പറയുന്നവരുണ്ട്, അല്ലാഹുവേ ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ നോമ്പെടുക്കുമ്പോ തറാവീഹ് നിസ്കരിക്കുമ്പോ മജ്ലിസിൽ പങ്കെടുക്കുമ്പോ തറാവീഹ് പോലും നിസ്കരിക്കാൻ പറ്റാതെ പടച്ചവരെ
റൂഹ് പിരിഞ്ഞു പോകുന്ന തരത്തിൽ വമ്പൻ വെടിയൊച്ചകൾക്കിടയിൽ അല്ലാഹുവേ നിസ്കാരം മുടങ്ങിപ്പോകുന്നവര്, യാത്ര മുടങ്ങിപ്പോകുന്നവര്, ജോലി മുടങ്ങിപ്പോയവര്, പടച്ചവരേ യുദ്ധത്തിന്റെ ഭീതിയിൽ വിഷമത്തിന്റെ സങ്കടത്തിന്റെ പടപ്പാട്ട് പാടുന്നവര്, ലോകത്തിന്റെ ഏത് ദിക്കിലുണ്ടെങ്കിലും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചവരേ ഒരു കുടുംബങ്ങളെ പോലെ ഓരോ നാടുകളിലും നല്ല മനസ്സുള്ള, നല്ല സ്നേഹമുള്ള, പരസ്പര സഹായമുള്ള ഇതര മതസ്ഥരാണ് സഹോദര സമുദായങ്ങൾ ഒട്ടനവധി ഉണ്ട് റബ്ബേ. പ്രത്യേകിച്ച് കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ഒരു കുടുംബത്തെ പോലെ ജീവിക്കുന്ന നല്ല മനസ്സുള്ള സഹോദര സമുദായത്തിൽപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും പരസ്പര സഹായത്തോടെ അല്ലാഹുവേ ഗുണകാംക്ഷയോടുകൂടെ ജീവിക്കാനുള്ള സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അവസരം തുറന്നു നൽകണേ അല്ലാ. പടച്ചോരേ ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പ്രത്യേകം മുറാദ് പറഞ്ഞവരുണ്ട്, ഹാസിലാക്കണേ അല്ലാ. നിങ്ങളുടെ നോമ്പും തറാവീഹും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഹദിയകൾ, സദഖകൾ, ദാനധർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധ റമദാനിന്റെ ശഫാഅത്തോടെ സ്വർഗ്ഗത്തിൽ പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ പോരിശയാക്കപ്പെട്ട രാവിൽ അല്ലാഹുവേ നിന്റെ മർഹമത്തിന്റെ, റഹ്മത്തിന്റെ, മഗ്ഫിറത്തിന്റെ, തുഖും മിനന്നാറിന്റെ സമ്മാനം നിങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ജോലികൾ, ഇടപാടുകൾ, സ്ഥാപനങ്ങൾ, പടച്ചവരെ കച്ചവടം എല്ലാറ്റിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ നീ ഖൈർ നൽകണേ അല്ലാ. ആൺമക്കൾ, പെൺമക്കൾ, വിവാഹം കഴിച്ചു വിട്ട മക്കൾ, കുടുംബത്തിലുള്ള മക്കൾ, പഠിക്കുന്ന മക്കൾ, പടച്ചവരെ എക്സാമുമായി ബന്ധപ്പെടുന്ന ഒരുപാട് മക്കൾ ഞങ്ങൾ അൻവാർ ഫജറിന്റെ, ഞങ്ങളുടെ മജ്ലിസിന്റെ കുടുംബത്തിലുണ്ട്. എല്ലാ മക്കൾക്കും നീ വിജയം കൊടുക്കണേ അല്ലാ. പടച്ചവനെ സ്വാലിഹീങ്ങളായ മക്കളെ കൊതിച്ച് കാത്തുകിടക്കുന്നവരുണ്ട്, മക്കളെ കൊടുക്കണേ അല്ലാ. രോഗം ബാധിച്ച മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവർ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ തീൻകുട്ടികളായി പോയി പെട്ടെന്ന് പിരിഞ്ഞു പോകേണ്ട പരീക്ഷണങ്ങൾ, അപകട മരണങ്ങൾ റബ്ബേ നീ തരല്ലേ അല്ലാ. നിങ്ങളുടെ ഈ മജ്ലിസ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ മജ്ലിസാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ ഇന്നത്തെ തറാവീഹ്, അല്ലാഹുവേ ഇന്നത്തെ നോമ്പ് നിങ്ങളുടെ ആയുസിന്റെ അവസാനത്തെ നോമ്പാക്കല്ലേ അല്ലാ. നിങ്ങളുടെ റമദാൻ അവസാനത്തെ റമദാനാക്കല്ലേ റബ്ബേ. ഒരുപാട് റമദാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.